ഗിരിമെല്ലെ സുജാതയുടെ കാൽപാദത്തിൽ പിടിച്ചു. അവർ പിടഞ്ഞെഴുന്നേറ്റു. എന്താ നീ കാട്ടുന്നേ? എന്നോട് ക്ഷമിക്കണം, അത്രമേൽ ആത്മാർത്ഥമായി അവൻ പറഞ്ഞു. അതോടെ സുജാത അവന്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ച് മുഖമതിലമർത്തി. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. വർഷങ്ങളായി ഉള്ളിലൊതുക്കി വെച്ചിരുന്നെല്ലാം പുറത്തേക്ക് ആർത്തരച്ചൊഴുകി. തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കൊന്നു എന്ന് നീ പറഞ്ഞില്ലേ? എൻ്റെ ഇഷ്ടത്തിന് കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. വഴക്കിട്ടിരുന്ന ആ ഇഷ്ടം ഇല്ലാതായിട്ടല്ല, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ വഴക്കുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്ന കണ്ടിട്ടില്ല. അതാവും ഈ വെറുപ്പിന് കാരണം. കരച്ചിലിനിടയിലൂടെ അവൾ പറഞ്ഞൊപ്പിച്ചു. ഞങ്ങൾ വഴക്കിട്ട് കിടന്ന രാത്രിയില്ല വേണുവേട്ടം പോയത്. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മോനെ? നീ ഒന്ന് ചേർത്ത് പിടിച്ച് മാപ്പ് പറയാനുള്ള അവസരം പോലും കിട്ടാതെ ആ കുറ്റബോധം പേറിയ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു. ഓരോ ദിവസവും 1000 തവണ മനസ്സിൽ വേണുവേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, പക്ഷെ നിന്നെ തനിച്ചാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലെന്നറിയാം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ സ്വയം അവസാനിച്ചേനെ. ഗിരിയമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഭർത്താവും പോയി, ആകെയുള്ള മകനും വെറുത്തു. സങ്കടം പറയാനും കരയാനും ആരുമില്ല. നീ സൈനത്തിയോടെ എല്ലാം തുറന്നു പറയുന്നത് സ്നേഹിക്കുന്നൊക്കെ കാണുമ്പോൾ ഈ അമ്മയുടെ നെഞ്ച് ഇത്ര പിഴയാറുണ്ടെന്നറിയും. എന്റെ സ്ഥാനം അവർക്ക് കിട്ടുമ്പോൾ അസൂയ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വിദ്യ അർഹിക്കുന്നെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി കഴിഞ്ഞു. എനിക്ക് വേറൊന്നും വേണ്ട മോനെ. നീ വീട്ടിലുണ്ടായിരുന്നാ മതി. എന്നോട് മിണ്ടിയില്ലേലും കുഴപ്പമില്ല. പക്ഷെ തനിച്ചാകി പോരുത്. ഞാൻ മരിക്കുന്നവരെങ്കിലും എനിക്ക് ആകെ നീയേ ഉള്ളൂ. കരച്ചിലിന് ശക്തി കൂടി. ഗിരി ഒന്നും മിണ്ടാതെ അവരുടെ മുതുകിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. നെഞ്ചിൽ അമ്മയുടെ കണ്ണുനീർ വീണ് ചുട്ടു പൊള്ളുന്നുണ്ട്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്ക് മുമ്പൊന്ന് മനസ്സോർന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്ന ഒരു പ്രശ്നത്തിനാണ് ഇത്രയും കാലം അമ്മയെ അകറ്റി നിർത്തിയിരുന്നത്. അതിനു മാത്രം എന്ത് തെറ്റാണ് അമ്മ ചെയ്ത്? ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടുന്ന സാധാരണ സംഭവമാണ്. ഇവിടെയും അങ്ങനെ തന്നെ. പക്ഷെ അന്ന് വഴക്കിട്ട് കിടന്ന അച്ഛന് ഹൃദയാഘാതം കാരണം മരിച്ചു. അച്ഛനെ നഷ്ടപ്പെടുത്തിയ അമ്മയാണെന്ന വിശ്വാസത്തിൽ അവരെ വെറുത്തു, ഒറ്റപ്പെടുത്തി ശിക്ഷിച്ചു. അമ്മ കൂടി പോയാൽ ഈ ലോകത്ത് തൻ്റെ എന്ന് പറയാൻ ആരുമില്ലെന്ന് ചിന്തിച്ചില്ല. ആ വിവേകം വളരെ വൈകിയാണ് വന്ന്. സ്വയം പുച്ഛം തോന്നുന്നു. ഗിരി അമ്മയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പുറത്ത് മഴയ്ക്ക് ശക്തി കൂടി. അതുപോലെ സുജാതയുടെ കണ്ണുനീരും പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു ഇടതടവില്ലാതെ. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ആരോഗ്യസ്ഥിതി മോശമായ സുമതിയെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. സഹായത്തിന് ആരുമില്ലാത്ത കാരണം അമൃത ലീവ് എടുത്ത് കൂടെ നിൽക്കുകയാണ്. രാത്രി സുമതി വേദന കൊണ്ട് കരച്ചിലായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോടെ ഉറങ്ങി. അമ്മയെ നോക്കിയിരുന്നതിനാൽ അമൃത ഒരു നിമിഷം പോലും ഉറങ്ങിയില്ല. അതിന് കാരണം തലപൊട്ടുന്ന വേദന അവൾക്ക് അനുഭവപ്പെട്ടു. ഒന്ന് കുളിക്കണം, പക്ഷേ മാറാനുള്ള ഡ്രസ്സുകളില്ല. കൊണ്ടുവന്നൊക്കെ മുഷിഞ്ഞു. വീട്ടിൽ പോകാനും നിവൃത്തിയില്ല. ദിവസം ഒരു നേരം ഫോൺ ചെയ്ത അമ്മച്ചിയുടെ അസുഖവിവർ അന്വേഷിക്കുന്ന അഭിഷേകിനോട് അവൾക്ക് വെറുപ്പ് തോന്നി. ഒരു കണക്കിന് ആരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കണക്ക് പറച്ചിൽ കേൾക്കേണ്ടല്ലോ. അമ്മ എഴുന്നേൽക്കും മുമ്പ് ഒരു ചായ കുടിച്ചു വരാമെന്ന് അവൾ ചിന്തിക്കുമ്പോഴാണ് അർജുൻ അങ്ങോട്ട് വന്ന്. അവൾ അത്ഭുതപ്പെട്ടു. നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? അവനില്ലെന്ന് തലയാട്ടി. പിന്നെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ അവന് നീട്ടി. എന്താ ഇത്? രണ്ടാൾക്ക് മാറാനുള്ള ഡ്രസ്സോ, പിന്നെ രാവിലെ കഴിക്കാനുള്ളത് വാങ്ങി. അവൾ അവിശ്വസനീയതോടെ അവനെ നോക്കി. പിന്നെ കവർ തുറന്നു. ഡ്രസ്സുകളും സോപ്പും ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ട്. നീ കഴിച്ചോ? ചേച്ചി കഴിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ, വൈകിട്ട് വന്നാൽ മതി. ഏയ് അതൊന്നും സാരമില്ല, അവൾ അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു. തൻ്റെ അനിയൻ മാറിയിരിക്കുന്നു. അവനിങ്ങനെയൊന്നും ആയിരുന്നില്ല. അഭിയേട്ടനെ പോലെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അവനിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ജീവിതം ആസ്വദിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന അവനാണ് ഇപ്പോൾ തികച്ചും പക്വതയോടെ സംസാരിക്കുന്നത്. അവൻ കൊണ്ടുവന്ന ഫ്ലാസ്കിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നിനക്ക് വേണോടാ? വേണ്ട, അമ്മയ്ക്ക് പെട്ടെന്ന് മാറൂ ചേച്ചി. നിനക്കറിയാലോടാ, ഇതൊരു നിസ്സാര രോഗമൊന്നുമല്ല. ഒരിക്കലും അമ്മ രക്ഷപ്പെട്ടു, പക്ഷെ വീണ്ടും അത് വന്നു. വേദനയില്ലാതെ മരിക്കാൻ പ്രാർത്ഥിക്കാം, അതേ വഴിയുള്ളൂ. അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ചേച്ചി, ഞാനെന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ? എന്തിന്? ഒത്തിരി കാശ് ചെലവായില്ലേ ഇപ്പൊ തന്നെ. ഞാനും കൂടി ജോലിക്ക് പോയാ ചേച്ചിക്ക് അതൊരു സഹായാവില്ലേ? അവൾ വാത്സല്യത്തോടെ അവൻ്റെ മുടി പുറകിലേക്ക് ഒതുക്കി വെച്ചു. കാശൊക്കെ എങ്ങനെയും ഉണ്ടാവാം, നീ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്തണം, എനിക്ക് അത് മതി. അർജുൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അത്. ഞാൻ ചേച്ചി ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പറഞ്ഞ അനുസരിക്കാതിരുന്നിട്ടുണ്ട്. സോറി ചേച്ചി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമൃതയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടു ചേച്ചി, ഇനി ഒരു കുഴപ്പത്തിനും പോയില്ല. അതുപോലെ അബിയേട്ടൻ്റെ നമ്പരും ബ്ലോക്ക് ചെയ്തു. അതെന്തിനാ? ഏട്ടനും എടുത്തിയമ്മയൊന്നും ചേച്ചി കുറ്റം പറയാറേ ഉള്ളൂ. ഇനി അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
അവർ പറഞ്ഞോട്ടെ, എനിക്കത് ശീലായി. ഭ്രാന്തി എന്ന വിളിപ്പേര് ചാർത്തി തന്ന് ഏട്ടനാ. അർജുൻ അവിടെ വായ പൊത്തി. എൻ്റെ ചേച്ചിക്ക് ഭ്രാന്തില്ല. ചേച്ചിയെ മനസ്സിലാക്കാത്തവർക്ക് ആ ഭ്രാന്ത്. എനിക്കും ആ ഭ്രാന്തുണ്ടായിരുന്നു ചേച്ചി. പക്ഷേ ഇപ്പം മാറി. അവൻ പ്ലേറ്റിലേക്ക് ദോശയും കറിയും വിളമ്പി. പിന്നെ ഒരു കഷ്ണം ദോശ മുറിച്ച് കറിയിൽ മുക്കി അവളുടെ വായിക്ക് നേരെ നീട്ടി. ഇനി ഒരിക്കലും ഞാൻ കാരണം എൻ്റെ ചേച്ചി കരയില്ല. കരയിക്കാൻ മറ്റുള്ളവർ വിടുകയില്ല. ഒഴുകുന്ന കണ്ണുനീർ തുടക്കാതെ അമൃത വായ തുറന്ന ഭക്ഷണം സ്വീകരിച്ചു. മുൻപിലിരിക്കുന്ന അനിയന് അച്ഛൻ്റെ മുഖവുമായി വളരെ സാമ്യമുള്ള പോലെ അന്ന് ആദ്യമായി അവൾക്ക് തോന്നി. ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ അർജുൻ അവളെ ഊട്ടിക്കൊണ്ടിരുന്നു. നീ ബസ്സിനാണോ വന്ന്? ആഹാരം കഴിച്ച ശേഷം അമൃത ചോദിച്ചു. അല്ല, നമ്മുടെ ഗിരിയേട്ടൻ കൊണ്ടുവിട്ടാ. ആര്? ഗിരിയേട്ടൻ. അത്യന്തം വെറുപ്പോടെ മാത്രമാണ് അവൻ പണ്ട് ഗിരിയേട്ടൻ്റെ പേര് വിളിച്ചിരുന്നത്. ഓട്ടോയ്ക്ക് എന്തോ പണിയുണ്ട്, വൈകുന്നേരം തിരിച്ചു പോകും. അപ്പം എന്നെ കൂട്ടാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അമൃത കുഴങ്ങി. ഇത് യാഥാർത്ഥ്യം തന്നെയാണോ, അതോ പണ്ട് വന്ന പോലെ ഏതോ വിഭ്രാന്തിയോ? അറിയില്ല. സുമതി ഉറക്കത്തിൽ നിന്നുണർന്ന് ഞെരങ്ങിയപ്പോൾ രണ്ടുപേരും അവരുടെ അരികിലേക്ക് ചെന്നു. നാളുകൾക്ക് ശേഷം പറമ്പിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാണ് അർജുൻ. അമൃത ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളവുമായി അങ്ങോട്ട് എത്തി. മതിയടാ, നിനക്ക് വയ്യാതാവും. ഇതിപ്പോൾ തീരും. ഇനി കുറച്ച് പച്ചക്കറി വിത്തുകൾ വാങ്ങി നടണം. നീ ഫുൾ ടൈം കൃഷിക്കാരനാവാനാണോ പരിപാടി? അവൻ വെള്ളമായി കുടിച്ചു. നല്ലതല്ലേ, ഒരു ഭാഗത്ത് പച്ചക്കറി, പിന്നെ കുറേ പശുക്കളും ആടുകൾ, കോഴി, താറാവ്. ആകെ 10 സെന്റ് സ്ഥലം, അതിലാ വീട്. ബാക്കിയുള്ള സ്ഥലത്താണ് നീ പറഞ്ഞൊക്കെ ഉണ്ടാക്കേണ്ടത്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് എന്തുണ്ട് ചേച്ചി? ദേ ചേർക്കാം, പെട്ടെന്ന് പോയി കുളിക്കാൻ നോക്ക്, ഇല്ലേ ചൊറി. അവൾ പാത്രം തിരികെ വാങ്ങി നടക്കുമ്പോഴാണ് റോഡരികിൽ ഒരു ഓട്ടോ വന്ന് നിന്ന്. അതിൽ നിന്ന് ഗിരിയും സുജാതയും ഇറങ്ങി.